ഹായ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് ഒരാഴ്ചയിലുള്ള നമ്മുടെ പ്രാക്ടീസ് സെഷൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. സോ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ കാര്യം, നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡ്രിൽസിൻ്റെ കൂടെയും നിങ്ങളുടെ സെഷൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുക. കോൺസെൻട്രേഷൻ കൂടാനുള്ള കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുണ്ടാവും. പിന്നെ അറിയില്ലാത്തവർക്ക് നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ കുറേ ഡ്രില്ലുകളും കാര്യങ്ങളൊക്കെ ഗെയിമുകളൊക്കെ അതിനകത്തുണ്ടാവും. സോ അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സെഷൻസിൽ ആഡ് ചെയ്യാം. നിങ്ങളുടെ ഒരു കോച്ചിൻ്റെ സജഷനോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് മെഡിറ്റേഷൻ പോലുള്ള കോൺസെൻട്രേഷൻ കൂടാനുള്ള എക്സസൈസുകൾ. ഇതും കൂടി നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻ്റെ കൂടെ വീക്കിലി 2-3 തവണയെങ്കിലും നിങ്ങൾക്ക് മെഡിറ്റേഷനും ഒക്കെ കൂടി പ്രാക്ടീസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ കിട്ടും. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ഗെയിമിനകത്ത് ഫോക്കസ് ചെയ്യാനും ഗെയിം നല്ല രീതിയിൽ കളിക്കാനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. സോ മെഡിറ്റേഷൻ കോൺസെൻട്രേഷൻ കൂടാനായിട്ടുള്ളൊരു നല്ല ആയുധമാണ്. സോ അത് യൂസ് ചെയ്യുക. സോ അപ്പോൾ കോൺസെൻട്രേഷൻ കൂടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വീക്കിലി ആദ്യം ആഡ് ചെയ്യാനായിട്ട് നോക്കുക സെഷൻ്റെ കൂടെ. സെക്കൻഡ് പോയിന്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഫിറ്റ്നസ് ആണ്. ഫിറ്റ്നസ് ക്രിക്കറ്റിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്പോർട്സിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫിറ്റ്നസ്. അത് ക്രിക്കറ്റിലും എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടല്ല, പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്തനിങ്. നിങ്ങൾ ഷോട്ട്സ് കളിക്കുമ്പോഴായാലും പിന്നെ ബോൾ എറിയുന്നതിനായാലും എല്ലാത്തിനും നിങ്ങൾക്ക് സ്ട്രെങ്ത് നല്ല രീതിയിൽ വേണം, പ്രത്യേകിച്ച് ലോവർ ബോഡി സ്ട്രെങ്ത്. സോ അപ്പർ ബോഡി ഓൾസോ. സോ അതിനുള്ള വർക്കൗട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു നല്ല ട്രെയിനറിനോട് ചോദിച്ച് നിങ്ങളുടെ വർക്കൗട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ സെഷൻസിൽ ആഡ് ചെയ്യാൻ നോക്കുക. സോ സ്ട്രെങ്തനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്രിക്കറ്റിൽ. സോ അതാണ് നമ്മൾ രണ്ടാമത് നോക്കുന്ന പോയിന്റ്. സോ മൂന്നാമത്തെ പോയിന്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രിൽസ് ആണ്. നമുക്ക് ഓരോ ഷോട്ട്സ് കളിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ബോളിങ്ങിലായാലും നമ്മൾ ഫീൽഡിങ് സെഷൻസിലായാലും നമുക്ക് വേണ്ട ഏരിയ ഏതാണോ നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഏരിയ നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുക. ആ ഏരിയയിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് കോച്ചസിനോട് ചോദിച്ച് നിങ്ങളുടെ സജഷൻസ് എടുക്കുക. സോ എന്നിട്ട് ആ ഏരിയ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. ആ ഏരിയയിൽ കുറേ, ഇപ്പോൾ ബാറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബോൾസ് കളിക്കുക, ഫീൽഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്യാച്ചസ് എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫീൽഡിംഗ് ആണോ പ്രോബ്ലം എങ്കിൽ അതിനുള്ള ഡ്രിൽസുകൾ നിങ്ങൾ നോക്കുക. എന്നിട്ട് അത് കൂടുതൽ പ്രാക്ടീസിൽ ആഡ് ചെയ്യാൻ നോക്കുക. സോ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എവിടെയാണോ വർക്ക് ചെയ്യണം എന്നുള്ളത് ആ പ്രോബ്ലംസ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക കോച്ചസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്. എന്നിട്ട് ആ ഏരിയ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞതുപോലെ കോൺസെൻട്രേഷൻ കൂടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ഫിറ്റ്നസ് ആണ്. ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള ഡ്രിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. മൂന്നാമത്തെ കാര്യം സ്കില്ലാണ്. സ്കില്ലിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുമോ അത്. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ കോച്ചസിൻ്റെ സജഷൻസ് ഉറപ്പായിട്ടും എടുത്തിരിക്കണം. എന്നിട്ട് മാത്രം നിങ്ങളുടെ കളിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. സോ നെക്സ്റ്റ് വീക്ക് തൊട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പ്രാക്ടീസിൽ ആഡ് ചെയ്യുക. സോ എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും.